എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരന്തീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെയും നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മീര ശ്രുതിയോട് പറയുന്നുണ്ട്, നീ ശ്രുതി ഒന്ന് വിളിക്കാൻ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ഞാൻ വിളിക്കില്ല, ശ്രുതി എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ, അതിന് നീ ഒട്ടും പ്രതീക്ഷിക്കേണ്ട. നീ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അവനോട് ഇത്രയും കള്ളം പറഞ്ഞിട്ടും അവൻ നിന്നെ വിളിക്കുമെന്ന് നീ കരുതണ്ട. നീ അവനെ ഫോൺ ചെയ്ത് സംസാരിക്കുക, അല്ലാതെ നിനക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കാരണം ശ്രുതി പറഞ്ഞതനുസരിച്ച് മീര രവീന്ദ്രനെ കാണാൻ പോയിരുന്നു, പക്ഷേ ആ ശ്രമവും പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ മീര പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഒന്നിൽ ശ്രുതിയെ വിളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് ഷോപ്പിൽ പോയി ശ്രുതിയെ ഒന്ന് കണ്ട് സംസാരിക്കുക. അവിടെ ആകുമ്പോൾ ആൻറ്റി അവിടെ കാണത്തില്ലല്ലോ എന്ന് പറയും. അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ ഷോപ്പിലോട്ട് ചെല്ലുന്നുണ്ട് ശ്രുതിയെ കാണാൻ. അങ്ങനെ ശ്രുതിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. ശ്രുതി, ഞാൻ ചെയ്ത തെറ്റ് തന്നെ, എനിക്ക് ശ്രുതിയുള്ള സ്നേഹക്കൂടുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഞാനൊരു കോടീശ്വരിയായ മരുമകളായിരുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ആൻറ്റി എന്നെ ശ്രുതിയെ കൊണ്ട് വിവാഹം കഴിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. എന്നെ ആൻറ്റി എന്തോരം അടിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെന്നിട്ടും ശ്രുതി ഒരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. നീ തെറ്റിയതുകൊണ്ടല്ലേ അമ്മ നിന്നെ ശിക്ഷിച്ചെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ശ്രുതിയുള്ള സ്നേഹക്കൂടുകൊണ്ടല്ലേ ഞാൻ ആ അടിയും എല്ലാം കൊണ്ട് നിന്നത്. ശ്രുതി, നീ എന്നോട് കള്ളം പറഞ്ഞെന്ന് ശ്രുതി പറയുന്നുണ്ട്. ഞാൻ ശ്രുതിയോട് കള്ളം പറഞ്ഞു, ശരിയാണ്. പക്ഷേ ശ്രുതിയും എന്നോട് എത്ര തവണ കള്ളം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ ക്ഷമിച്ചിട്ടില്ലേ. ഞാൻ ശ്രുതിയെ ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്ന് പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അങ്ങ് സംസാരിക്കുകയാണ്. ശ്രുതിയുടെ ഭാഗം ന്യായീകരിക്കാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. ചന്ദ്ര അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഒരു കാരണവശാലും നമ്മുടെ ശ്രുതി എക്സ്പെക്റ്റ് ചെയ്തായിരുന്നില്ല. പെട്ടെന്ന് ചന്ദ്രമതി ഇടിയെന്ന് വിളിക്കും. ആ സമയത്ത് ശ്രുതി അങ്ങ് ഞെട്ടുകയാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ചന്ദ്രമതി ഷോപ്പിലോട്ട് വരികയാണ്. അങ്ങനെ, നീ എന്തിനാണ് ഇപ്പം ഷോപ്പിലോട്ട് വന്നത്? ഇവിടെ വന്നാൽ നിനക്ക് എൻ്റെ മോനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തിരികെ വീട്ടിലോട്ട് കയറാമെന്ന് നീ കരുതിയോ? ഇല്ലടി, നിന്നെ ഇനി ഒരിക്കലും എൻ്റെ മോൻ്റെ ജീവിതത്തിലോട്ടോ എൻ്റെ വീട്ടിലോട്ടോ നിന്നെ കയറ്റത്തില്ല. ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞുകൊണ്ട് കടയിൽ നിന്ന് ശ്രുതിയെ പിടിച്ച് പുറത്താക്കുകയാണ്. അങ്ങനെ, ആൻറ്റി പ്ലീസ് ആൻറ്റി എന്നെ വിടെന്നൊക്കെ പറയും. എൻ്റെ അടുത്ത് ആര് പറഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ചങ്ങ് പുറത്തിടുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് നല്ല വിഷമമാവും. കാരണം ആ കടയിൽ കാണാൻ വന്നിട്ട് അങ്ങനെ ചെയ്തപ്പോൾ. പക്ഷേ ചന്ദ്രമതിയോടൊന്നും തിരിച്ച് പറയാനും പറ്റത്തില്ല. അങ്ങനെ ശ്രുതി അങ്ങ് പുറത്തിറങ്ങുകയാണ്. അതിനുശേഷം ചന്ദ്രമതി പറയും, ഇനി അവളെ ഈ കടയുടെ പരിസരത്ത് പോലും അവളെ കയറ്റരുത്. നിന്നെ ഓരോന്ന് പറഞ്ഞ് ഇനിയും കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അവൾ. അതിനുശേഷം ശ്രുതിക്ക് അതൊക്കെ കാണുമ്പോൾ അങ്ങ് മനപ്രയാസവും. ശ്രുതി അതിനുശേഷം ആനന്ദിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആനന്ദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നാൽ അവൾ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ, അവളെ ഞാൻ എന്തോരം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതാണ്. ഒരു വർഷം കൊണ്ട് അവൾ എന്നെ ചതിക്കായിരുന്നു. ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു തവണ പോലും അവൾ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അവൾ മലേഷ്യക്കാരി അല്ലെന്നും കോടീശ്വരിയല്ലെന്നും. ഇല്ലടാ, ഞാൻ അവളെ അത്രത്തോളം വിശ്വസിച്ചു. അവൾ പറയുന്നത് കേട്ടില്ലേ നീലിമ അന്ന് തിരിച്ച് തന്ന 50 ലക്ഷം രൂപ ഷോപ്പ് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞത്. അവൾ പറയുന്ന എല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. അവൾ തന്നെ എന്നെ കളിയാക്കിയിട്ടുണ്ട്, എനിക്ക് ബുദ്ധിയില്ല, ഞാനൊരു മണ്ടനാണ്, അതുകൊണ്ടല്ലേ അവൾ എന്നെ പറ്റിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ആനന്ദി എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അങ്ങനെ എനിക്കിന്ന് മദ്യപിക്കണമെന്ന് പറയും. മദ്യപിക്കാനോ? അല്ല, നീ അങ്ങനെ മദ്യപിക്കത്തില്ലല്ലോ, ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മദ്യപിച്ചേ പറ്റത്തോളം എന്ന് പറഞ്ഞ് ബാറിൽ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ആനന്ദ് കഴിക്കില്ല. ശ്രുതി ഒരുപാടങ്ങ് മദ്യപിക്കുന്നുണ്ട്. മദ്യപിച്ചിട്ട് അവിടെ കിടന്നും എൻ്റെ ഭാര്യ എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് കിടന്നങ്ങ് കരച്ചിലും പറച്ചിലും ഒക്കെയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ ആനന്ദ് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ബൈക്കിൽ കയറ്റുന്നുണ്ട്. ബൈക്കിൽ കയറ്റുന്ന സമയത്തും അങ്ങ് സംസാരമൊക്കെയാണ്. ബൈക്കിനകത്തിരുന്നു അങ്ങ് കരച്ചിലും ഒക്കെയാണ്. നീ അടങ്ങിയിരിക്കും ശ്രുതി എന്നൊക്കെ പറയും. എങ്ങനെയെങ്കിലും നിന്നെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറയും. അങ്ങനെ ആനന്ദ് വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്ത് പോലീസുകാർ ആനന്ദിൻ്റെ വണ്ടി തടയുന്നുണ്ട്. ആ സമയം ആനന്ദ് മദ്യപിക്കാതെയാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷേ ബാക്കിലിരിക്കുന്ന ശ്രുതി മദ്യപിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസുകാർ ഊതാൻ പറയില്ല, സാറേ ഞാൻ മദ്യപിച്ചിട്ടില്ല, മദ്യപിക്കാത്തതുകൊണ്ട്. എന്നിട്ടും ശ്രുതിയെ കാണുമ്പോൾ ആനന്ദിനെ കൊണ്ട് ഊതിപ്പിക്കുന്നുണ്ട്. പക്ഷേ അരുണാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഊതിക്കുന്ന സമയത്ത് ആനന്ദ് കഴിച്ചിട്ടില്ല, പക്ഷേ ശ്രുതി നല്ലോണം മദ്യപിച്ചിട്ടുണ്ട്. മദ്യപിക്കാത്ത എൻ്റെ സുഹൃത്തിനെ കൊണ്ട് താൻ എന്തിനാ ഊതിച്ചെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരുണിൻ്റെ നേരെ ചെല്ലുകയാണ്. താൻ എന്താണോ ഒരു മര്യാദ ഇല്ലാതെ പെരുമാറുന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നീ ഏത് പോലീസാണെന്നൊക്കെ ചോദിക്കും. പോലീസുകാരനെ കയറി ഇടാന്ന് വിളിക്കാനുള്ള ധൈര്യമോ നിനക്ക്? ഇവനെ എടുത്ത് ജീപ്പിലിടാൻ പറയും. ജീപ്പിലിടാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത്? വണ്ടി ഓട്ടിക്കുന്നവർ മാത്രമേ മദ്യപിക്കില്ലെന്നുള്ളൂ, പുറമേ ഇരിക്കുന്നവർക്ക് മദ്യപിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ എടുത്ത് ജീപ്പിലിടാൻ പറയും. അങ്ങനെ ആനന്ദ് കാലിൽ പിടിച്ചോണ്ട്, സാറേ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ മദ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞ് അവൻ നല്ല അബോധാവസ്ഥയിരിക്കും, ഞാൻ എങ്ങനെയെങ്കിലും അവനെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറയും. അവൻ്റെ ഈ കള്ളിൻ്റെ ഇറക്കം തീരുമ്പം അവനെ വിടാമെന്ന് പറയും. വിടുമെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ശ്രുതിയെ പിടിച്ചങ്ങ് ജയിലിൽ കൊണ്ടുപോവുകയാണ്. ലോക്കപ്പിൽ കൊണ്ട് ചെല്ലും. ആ സമയത്ത്
ലോക്കപ്പിൽ കൊണ്ട് ഇരുത്തിയിട്ടും പറയും താൻ മദ്യപിക്കാത്ത എൻ്റെ സുഹൃത്തിനെ കൊണ്ട് താൻ ഊതിപ്പിച്ചല്ലേ, തനിക്ക് ഞാൻ ആരാണെന്നറിയാമോ, എനിക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്നറിയാമോ, ഞാനൊരു ബിസിനസ് മാഗ്നറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുണിനോട് അങ്ങ് സംസാരിക്കുകയാണ്. നിനക്ക് എത്ര ഡിഗ്രി ഉണ്ടെങ്കിൽ എന്താടാ, നിനക്ക് പെരുമാറാൻ അറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയോടും ദേഷ്യപ്പെടുന്നുണ്ട്. എടാ നിനക്ക് എന്നെ ജയിലിൽ ലോക്കപ്പിൽ കയറ്റാനേ പറ്റൂ, എൻ്റെ അനിയനുണ്ടല്ലോ, എൻ്റെ അനിയൻ പറഞ്ഞാൽ നിൻ്റെ തല വെട്ടിക്കളയുമെന്നൊക്കെ പറയും. അതാരാളാ നിൻ്റെ അനിയൻ, എൻ്റെ അനിയൻ നിനക്കറിയത്തില്ല, അവൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, സച്ചിയെക്കുറിച്ചാണ് ശ്രുതി പറയുന്നതൊക്കെ, നിൻ്റെ അനിയൻ വരട്ടാ, ബാക്കി ഞാൻ അവന് കൊടുത്തോളാം എന്നൊക്കെ പറയും. അബോധാവസ്ഥയിലുള്ള ശ്രുതിയെടുത്ത് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല. അങ്ങനെ ആനന്ദ് വീട്ടിൽ വന്നിട്ട് രവീന്ദ്രനോടും സച്ചിയോടൊക്കെ പറയുന്നുണ്ട്, അത് സച്ചിയിടാ നിൻ്റെ ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന പറയും. പോലീസോ, എന്താ കാര്യം, അത് അവൻ രാവിലെ എൻ്റെ കൂടെ വന്നതാണ്, അവൻ ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിനുശേഷം മദ്യപിക്കണമെന്ന് പറഞ്ഞാൽ അവൻ ബാറിൽ പോയി. അവൻ മദ്യപിക്കാനോ? അതെ, അവൻ്റെ മനസ്സ് ഒരുപാട് തകർന്നിരിക്കും, അവൻ മദ്യപിച്ചായിരുന്നു, ഓവറായിട്ട് മദ്യപിച്ചിട്ട് അവൻ അവിടെ നിന്ന് വരത്തില്ല, ഞാൻ എങ്ങനെയെങ്കിലും അവനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരാമെന്ന് കരുതിയപ്പം അവൻ ഇടയ്ക്ക് പോലീസുകാർ അവനെ പിടിച്ച് നിർത്തി, വണ്ടി തടഞ്ഞു നിർത്തി, അങ്ങനെ ഊതിപ്പിച്ചായിരുന്നു. അങ്ങനെ മദ്യപിച്ച് നിന്ന് അവൻ പോലീസുകാരോട് സംസാരിച്ചു, അങ്ങനെ പ്രശ്നമായി, ഇപ്പോൾ അവനെ ലോക്കപ്പിൽ കൊണ്ടിട്ടിരിക്കുകയെന്ന് പറയും. ഈശ്വര, എന്തൊക്കെയാണ് ഞാനീ കാണുന്നത് നിൽക്കും, താൻ എന്തിനാ അവന് സ്റ്റേഷനിൽ കൊണ്ട്? ഞാനല്ല, അവൻ പോലീസുകാരനോട് ദേഷ്യപ്പെട്ട ഒരു പുതിയ PC ആണെന്ന് പറയും, അവനെ പിടിച്ചുകൊണ്ട് പോയെന്ന് പറയും, അയാളുടെ ദേഷ്യക്കാരനാണെന്ന് പറയും, ബാച്ച നമുക്കൊന്ന് പോകാമെന്ന് പറയും. അങ്ങനെ രേവതി അടുത്ത് പറഞ്ഞിട്ട് രവീന്ദ്രനും സച്ചിയും കൂടി നേരെ സ്റ്റേഷനിലോട് ചെല്ലും. ആ സമയത്ത് ശ്രുതിയെ അവിടെ ലോക്കപ്പിൽ ഇരുത്തിക്കുകയാണ്, ഷർട്ടെല്ലാം ഊരി ഇരുത്തിയിരിക്കുകയാണ്. ആ സമയത്ത് അത് കാണുമ്പോൾ രവീന്ദ്രന് നല്ല സങ്കടം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരുൺ അവിടെ സ്ഥലത്തില്ല. ആ സമയത്ത് സച്ചി അങ്ങോട്ട് ചെന്ന് പോലീസുകാരോട് ചോദിക്കും, എന്താ സാർ, എന്താ അവൻ ചെയ്ത തെറ്റ്, അവൻ ആരെയും കൊന്നിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ അവനെ ഷർട്ടൊന്നും ഇല്ലാതെ ലോക്കപ്പിനകത്ത് ഇരുത്തേക്കേണ്ട കാര്യം എന്തോ വന്ന്, മദ്യപിച്ചിട്ട് അവൻ വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ആ സമയത്ത് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ സാറിനോട് പറഞ്ഞാലെന്ന് പറയും. അപ്പോഴത്തേക്കാണ് അരുൺ അങ്ങോട്ട് വരുന്നത്. ഓ, ഇവൻ നിൻ്റെ അനിയനാണല്ലേ എന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും, മറ്റേ പോലീസും ചോദിക്കും, ഇവൻ എന്താ ഇവിടെ, അത് ഇവൻ്റെ ചേട്ടനാണെന്ന് പറയും. ഓ അങ്ങനെ, എന്തായാലും ചേട്ടൻ ഒരു ക്രിമിനൽ, അനിയൻ ഒരു മദ്യപാനി, കൊള്ളാമല്ലോ എന്നൊക്കെ പറയും. സാർ കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കണം. എന്താടാ നീ കുറേ നാളുകൊണ്ട് നീ എൻ്റെ മുമ്പിൽ കിടന്ന് ഷോ കാണിക്കുമോ, ഇപ്പം നിൻ്റെ ചേട്ടനെ എനിക്ക് കിട്ടി, ഞാൻ അവന് ബാക്കി കൊടുത്തോളാം. സാറേ, അവൻ എന്ത് തെറ്റിയിട്ടാണ് സാർ അവനെ പിടിച്ച് ജയിലിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കും, എന്തിനാ സാറേ അവന് ഷർട്ടൊക്കെ ഊരി അവനെ ഇരുത്തിയേണ്ട കാര്യം എന്തോ, അവൻ മദ്യപിച്ച് വണ്ടിയൊന്നും ഓടിച്ചില്ലല്ലോ, അവൻ അല്പം മദ്യപിച്ചിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ, എന്നിട്ട് അവൻ പോലീസുകാരോട് തട്ടിക്കയറിയതോ, പോലീസിനെ ഇടാന്ന് വിളിച്ചതോ, ഇതൊക്കെയാണോ സാറേ വലിയൊരു കുറ്റമെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. സാർ എന്തിൻ്റെ പേരിലായാലും അവന് ഈ ഒരു അവസ്ഥ ഇവിടെ ഇരുത്തേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയും. എടോ, മക്കളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, മക്കളെ മര്യാദയ്ക്ക് വളർത്താനും പഠിക്കണം എന്ന് നമ്മുടെ സച്ചിയെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അതെ സാറേ, എൻ്റെ അച്ഛനെ സാറ് കൂടുതൽ മര്യാദ പഠിപ്പിക്കേണ്ട, എന്താടാ നിനക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വലിയ പ്രശ്നമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ അവിടെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി സച്ചിയും രവീന്ദ്രനും ചേർന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ ശ്രുതിയെ ലോക്കപ്പിൽ നിന്ന് രക്ഷിച്ച് പുറത്ത് കൊണ്ടുവരണം. അപ്പം അതിൻ്റെ ബാക്കി കഥയും വിശേഷങ്ങളും നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.